ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കെട്ടിപ്പിടിച്ചു. പേടിച്ചു പറച്ച് നേരെ പോയി വീട്ടിൽ പുതപ്പിട്ട് മൂടിക്കിടക്കുക. ആ സമയത്ത് പേടിച്ചു പറച്ച് ഇറാഖയിൽ നിന്ന് പേടിച്ചു പറച്ച് പരിഭ്രാന്തിയോടെ കിടക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനായ തിറങ്ങുന്ന നബിയെ, പേടിച്ചു പരിഭ്രാന്തനാകണ്ട നബിയെ, അയ്യാ അയ്യുൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അമിൻഖുസ് മിൻഹു ഖലീലാ ഔസിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീലാ. ഓ നബിയെ, പുതപ്പ് മൂടി കിടക്കുന്ന നബിയെ, എഴുന്നേറ്റ് നബിയെ, നിസ്ഫഹു രാത്രിയുടെ പകുതി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നബിയെ, വറത്തിൽ ഖുർആന തർതീലാ. രാത്രിയിൽ നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ഖുർആൻ ഓതു നബിയെ. 2 ജോലി രാത്രിയിൽ. 3 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ രാത്രിയിൽ ചെയ്യേണ്ട ജോലിയായിട്ട് പറയുക. യഥാർത്ഥത്തിൽ ആ ജോലി നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഒന്ന് ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. ഒന്ന്, രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹു സ്വഭാവം തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാർ. ഇത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. എന്തുകൊണ്ട്? അപ്പോ തഹജ്ജുദ് നിസ്കരിക്കാനോ രാത്രിയിൽ? യഥാർത്ഥത്തിൽ ഇത്ര എളുപ്പമുള്ള ഒരു കാര്യം ഇത്. സാധാരണ ഒരു രാത്രി എല്ലാവരും കിടക്കുമ്പോ ഭാര്യ പോലും അറിയരുത് എഴുന്നേക്കണം. അടുത്ത് കിടക്കുന്ന ഭാര്യ പോലും അറിയരുത് എഴുന്നേക്കണം. ആരുമില്ലാത്ത രാത്രിയിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കണം. എന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാനോട് ദുആ ചെയ്യണം. കിടക്കുന്ന ഭാര്യ പോലും അറിയരുത് ഭർത്താവ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ. ഭർത്താവ് അറിയരുത് ഭാര്യ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ അവൻ അള്ളാനോട് പൊട്ടിക്കരഞ്ഞ് പറയുന്ന കാര്യം ഈ ഭാര്യ കേൾക്കാൻ പാടില്ല. എന്നാ പിറ്റേ ദിവസം തലാഖ് സംഭവിക്കും. അള്ളാനോട് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ തുറന്നു പറയണം. അത് ഈ ഭാര്യ എന്ത് ചെയ്യാൻ പാടില്ല, കേൾക്കാൻ പാടില്ല. കേട്ടാൽ പിറ്റേ ദിവസം പ്രശ്നം വേറെയാണ്. അപ്പൊ അടിമയും ഉടമയും തമ്മിൽ ഒരു മറയുമില്ല. എല്ലാവരും ഉറക്കത്തിലാണ്. ഉറങ്ങാതിരുന്ന മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉറങ്ങിക്കിടക്കുക. ഉറങ്ങാത്തത് ഇവനും ലാ തൗഹുദുഹു സിനത്തും വലാനും, ഉറക്കമില്ലാത്ത റബ്ബും. ഇതൊരു വലിയ വിഷയമാണ്. എന്നിട്ട് അങ്ങോട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യേ. ഒരു 4 മണിക്ക് എഴുന്നേൽക്ക്. ഇപ്പൊ 5:20 സുബൈ ബാങ്ക്. 5:20 5:23 അല്ലേ? 5:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 15 ദിവസമായി. 5:30 സുബൈ ബാങ്ക്. അപ്പൊ ഒരു 4 മണിക്ക് എഴുന്നേൽക്ക്. ഇശാ നിസ്കാരം തൊട്ട് എപ്പോ കഴിയും? 8 മണിയാകുമ്പോ ഇശാന്റെ ജമാഅത്ത് കഴിയും. 8 മണിയാകുമ്പോ ഇശാന്റെ ജമാഅത്ത് കഴിയും. അപ്പൊ 8 മണി മുതൽ 8 മണിക്ക് ഇശാന്റെ ജമാഅത്ത് കഴിയും. 9 മണിക്ക് ഒരാൾ ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേറ്റ് എത്ര മണിക്കൂർ അവൻ ഉറങ്ങും? 7 മണിക്കൂർ അവൻ ഉറങ്ങാൻ പറ്റും. വേണ്ട, 10 മണിക്ക് നീ കിടന്നാലും ഒരാൾക്ക് ശരാശരി 6 മണിക്കൂർ ഉറക്കം മതി. ശരാശരി 6 മണിക്കൂർ ഉറക്കം മതി. ആ 6 മണിക്കൂർ 10 മണിക്ക് കിടന്നാലും 4 മണിക്ക് എഴുന്നേൽക്കും. അപ്പൊ 6 മണിക്കൂറായി. പക്ഷെ അത് കാണാൻ പറ്റൂല. ഏത് 10 മണിക്ക് ഉറങ്ങിയാൽ പച്ച പൊട്ടികൾക്ക് അത് കാണാൻ പറ്റൂല. അത് സീരിയല്. യഥാർത്ഥത്തിൽ ഉസ്താദ് ഒരു തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? നമ്മൾ സമയത്ത് ഉറങ്ങൂല. അതാണ് പ്രശ്നം. താമസിച്ചുറങ്ങുന്നു. 12 മണിക്ക് മുമ്പേ ഉറങ്ങുന്ന ആളുകൾക്ക് ഒന്ന് കൈപൊക്കി 12 മണിക്ക് മുമ്പേ ഒന്ന് ഉറങ്ങണ വേള. കള്ളം പറയരുത്. കള്ളം പറയുമ്പോൾ ഉള്ള പൊക്കിയ കൈ തന്നെ താഴേക്ക് ഉള്ള കാര്യം ഞാൻ പറയാം. കണ്ട, ഇതിൽ ഭൂരിഭാഗം ആളുകളും 12 മണി കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ആളുകൾ. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ ഇപ്പൊ അടുത്ത സമയത്തുണ്ടായ ഒരു സംസ്കാരം, എല്ലാ കടയും അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കുറെ കട തുറക്കും. സാധാരണ പണ്ട് കാലത്ത് 7 മണിയാകുമ്പോൾ കട അടയ്ക്കും, ചായക്കട അടയ്ക്കും. ഇപ്പൊ നമ്മുടെ ഈ കോഴിക്കോട് അങ്ങാടിയിലും ഈ ഭാഗത്തും 7 മണിക്കാണ് ചായക്കട തുറക്കുക. ഏത് കട? ആ നരകത്തിലെ കോഴിയും ആ തവാഫ് ചെയ്യണ കോഴിയും ആ തവാഫ് ചെയ്യണ കോഴിയും ഈ നരകത്തിലെ കോഴി ഏതാ? ഞാൻ ചുമ്മാ പറഞ്ഞു. നരകത്തിലെ കോഴി ഏതാ? ശവായി.
ഈ സാധനം അപ്പടെ ഉണ്ടാവും. അതിങ്ങനെ വാരി വലിച്ച് തിന്നിട്ട് ഭാര്യയും മക്കളും കൂടെ പോയി അവസാനം ഇശായുമില്ല, ഒന്നുമില്ല. ഈ ഉമ്മത്ത് ഏറ്റവും, നിങ്ങൾക്കൊന്നും തോന്നരുത് എന്നോട്, ആ കച്ചവടം ചെയ്യുന്നവരോടും എന്നോടൊന്നും തോന്നരുത്. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. ആ കട നടത്തുന്നവർക്കും എന്നോടൊന്നും തോന്നരുത്. അത് തിന്ന് കറങ്ങി 12 മണിക്ക് ബീച്ചിൽ പോയി കറങ്ങി വീട്ടിൽ വന്നിറങ്ങുമ്പോ പിന്നെ ഇവൻ 10 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് ഇവൻ ഇങ്ങനെ നടക്കുക അവന്റെ പ്രശ്നം തീരാൻ. അവൾ ഇങ്ങനെ നടക്കുക. ഈ സാധനം ഇങ്ങനെ വലിച്ച് ഉള്ള ഇറച്ചി എല്ലാം കൂടെ തിന്നിട്ട് ആവശ്യത്തിന് രോഗങ്ങൾ നമുക്കുണ്ട് താനും. അറബികൾ ഒരു ഒട്ടകത്തെ തിന്നും, അറബി ഒന്നിച്ചിരുന്നു. എന്നിട്ട് അവൻ 10 ഒട്ടകം തിന്നുന്ന ഇല അതിന്റെ കൂടെ തിന്നുകയും ചെയ്യും. അറബികൾ ഒരൊട്ടകത്തെ തിന്നും, എന്നിട്ട് 10 ഒട്ടകത്തിന്റെ തീറ്റ പച്ചല അവൻ തിന്നുകയും ചെയ്യും. അന്ന് അവന് രോഗമില്ല. നമ്മൾ പച്ചക്കറി തീരെ കഴിക്കില്ല. നമ്മൾ പച്ചക്കറി ഇറച്ചിയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഹോട്ടലുകാരൻ വെക്കും. ഇറച്ചി കൊണ്ടുവന്ന് വെച്ചാൽ പച്ചക്കറി എടുത്ത് മാറ്റി തള്ളിയിട്ട് ഇവൻ പച്ചക്കറി ഇലക്കറി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ്, ഡെക്കറേഷനാണ്, അതങ്ങ് മാറ്റിയിട്ട് ഇവൻ. പക്ഷെ അറബി ഉള്ള പച്ചല മുഴുവൻ തിന്നും. കണ്ട ഇവൻ ആടാന്ന് തോന്നും. തിരുവനന്തപുരത്തിന് അറബി വന്ന ഹോട്ടലില് ചോറുണ്ണാൻ കയറി ഇല ഇട്ട് കൊടുത്തു സപ്ലയർ. ഇല വിരിച്ചിട്ട് കൊടുത്തിട്ട് ചോറെടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചപ്പോ അറബി ഇല തിന്നു കഴിഞ്ഞു. എന്തുകൊണ്ട്? അറബി വിചാരിച്ചു ഇത് അയാളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് നമുക്കുണ്ടായത് മുഴുവനും നഷ്ടമാണ്. ഒന്ന്, നമ്മുടെ ആരോഗ്യം നശിച്ചു. നമ്മുടെ ആരോഗ്യം ഇവിടെ നല്ല നാടൻ കോഴി തിന്ന ഉപ്പുപ്പത ഇപ്പോഴും നടക്കുന്ന 80-ാമത്തെ വയസ്സ് ഇരിക്കണ ഇരിക്കും നോക്ക്. നീ ഈ ബ്ലോക്ക് കോഴി എല്ലാം കൂടെ തിന്ന നീ 40-ാമത്തെ വയസ്സിൽ ഇതിന്റെ അപ്പുറത്തേക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇബാദത്തും പോയി. രാത്രിയുടെ ഇബാദത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സമൂരി. രാത്രിയിലെ രാക്കഥ പറഞ്ഞിരിക്കുന്നതിനെ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമായിരുന്നില്ല. പാതിരാ സമയത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ആ രാക്കഥ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന് തീരെ ഇഷ്ടമായിരുന്നില്ല. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് സഹാബത്തിരിക്കുന്നതിന് അല്ലാഹുവിന്റെ റസൂൽ വെറുത്തിരുന്നു. സഹാബത്തിനോട് പറയും, വേണ്ട സഹാബ, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ വർത്തമാനം പറഞ്ഞിരിക്കരുത്. എന്റെ ശബ്ദം കേൾക്കാനെത്തുന്ന ചെറുപ്പക്കാരോട് ഒരു പുതിയ പടിഞ്ഞാറിന്റെ സംസ്കാരം നമുക്കുണ്ടായി. പടിഞ്ഞാറുകാരന് പകല് രാത്രിയിലാണ്, അവന് രാത്രി പകലാണ്. അമേരിക്കയിൽ ലണ്ടനും മിസിസിപ്പിയും ലോസ് ആഞ്ചലസും അടക്കമുള്ള നഗരം, ആ നഗരം ഉണരുന്നത് രാത്രിയിലാ. അവര് മുഴുവനും പകല് കിടന്നുറങ്ങുന്നവരാണ്, അവര് രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നവരാ. ആ സംസ്കാരം കടന്നു വന്നപ്പോ ഇശാ നമസ്കാരവും കഴിഞ്ഞ നാട്ടിലെ വെയിറ്റ് ഷെഡിലോട് ബ്ലൂടൂത്തും ഫേസ്ബുക്കുമായി പാതിരാ സമയത്ത് മാറ്റിപ്പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രി 12 മണി വരെ നിന്റെ കാമുകിയുമായിട്ട് ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത്, ബ്ലൂടൂത്തിലൂടെ സെൻഡ് ചെയ്ത്, വാട്സപ്പിലൂടെ മുഖം കണ്ട്, കവള് കണ്ട്, ചുണ്ട് കണ്ട്, കണ്ണ് കണ്ട് ആസ്വദിച്ച് ലഹരി പിടിച്ച് അവസാനം എല്ലാം കഴിഞ്ഞ് പാതിരാ സമയത്ത് നീ കടപ്പറയിലോട്ട് പോകുമ്പോ എന്തേ പൊന്നുമോനെ സുബഹിന്റെ സമയമാകുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുമ്പോൾ എഴുന്നേക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് എന്നോട് ചോദിക്കടാ, ഞാനിതാ രാത്രിയിൽ അല്ലാഹുവിന്റെ ഖജനാവ് തുറന്നിട്ടിരിക്കുകയാ. അല്ല പറഞ്ഞതാണ് എന്റെ ഖജനാവ് പാതിരാ സമയത്ത് ഞാൻ തുറന്നിട്ടിരിക്കുകയാ. ആവശ്യക്കാരൻ ഓടി വന്നെടുത്തുകൊള്ളുക. എന്തേ പോകാൻ കഴിഞ്ഞില്ല? എന്നിട്ട് നീ നിന്റെ പ്രയാസം പറഞ്ഞിട്ട് നടക്കുന്നുവോ? അല്ലാഹു ചോദിക്കാൻ പറഞ്ഞ സമയത്ത് ചോദിക്കണം. പെങ്ങള് പാതിരാ സമയത്ത് സീരിയലും കണ്ട്, റിയാലിറ്റി ഷോയും കണ്ട്, അരക്കി പോട്ട് തുണിയില്ലാത്ത പെണ്ണിന്റെ ആട്ടം കണ്ട്, ആ ആട്ടത്തിന്റെ നടുവിലേക്ക് സ്വന്തം മകളെയും പറന്ന് വിട്ട്, പർദ്ദയും ഇട്ട്, തലയിൽ ഹിജാബും ഇട്ട്, പാതിരാ സമയത്ത് ആട്ടം കാണുന്ന പെണ്ണ് അല്ല പറയുന്ന രാത്രി ഉറങ്ങി തീർക്കാനുള്ളതല്ല, മദ്യപിച്ചു മതോന്മത്തനായി കിടക്കാനല്ല, പാതിരാത്രി എഴുന്നേൽക്കുക. എന്നിട്ട് അല്ലാഹുക്ക് വേണ്ടി 4 റക്അത്ത് നിസ്കരിക്കുമോനെ തഹജ്ജുദ്.
അവിടെ വെച്ച് നിസ്കരിക്കുമോനെ. ആ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് നീ അവിടെ വെച്ചാണ് ദുആ ചെയ്യേണ്ടത്. എത്ര വലിയ പ്രയാസം നിനക്ക് വന്നാലും, എത്ര വലിയ പ്രതിബന്ധം നിനക്ക് വന്നാലും, എത്ര വലിയ മാരകമായ കടമാണെങ്കിലും എന്തേ ഇതൊന്ന് പരീക്ഷിച്ചുകൂടെ? റബ്ബിനോടൊന്ന് ദുആ ചെയ്തുകൂടെ? അഹ്മദ് കബീർ ബാക്കവിയുടെ നൗഷാദ് ബാക്കവിയുടെ സദസ്സിൽ വരാറുണ്ട്. അവിടെ എത്രയോ ദുആ ഇജാബത്ത് കിട്ടാറുണ്ട്. ഉസ്താദേ, ഒരു കോയിൻ വിഴുങ്ങിയിട്ട് ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പോയില്ല. ഈ സലാത്ത് കൊണ്ട് മാറിയെങ്കിൽ പാതിരാ സമയത്താണ് മിക്ക സദസ്സിലെയും ദുആ നടക്കുന്നത്. അള്ളാഹു നേരിട്ട് സ്വീകരിക്കുന്ന സമയമാണ്. പൊന്നമോനെ, വിളിക്കുക നിന്റെ റബ്ബിനെ. പടച്ച റബ്ബിനോട് ചോദിക്കുക, പടച്ച റബ്ബിനോട് ചോദിക്കുക. രാത്രിയിൽ ഉറക്കം എഴുന്നേറ്റ് ചോദിക്കുക. ആ സമയത്ത് ഉറക്കമില്ലാത്തവര് രണ്ടുപേര് മാത്രം. ഒന്നുറക്കമില്ലാതെ കരയുന്ന നീ, മറ്റൊന്നുറക്കമില്ലാതെ ഉറക്കമില്ലാത്ത റബ്ബുമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലും മറയില്ല. നേരിട്ട് ചോദിക്കു, റബ്ബേ, എന്റെ പ്രയാസങ്ങൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ ആദികൾ, എന്റെ വ്യാധികൾ, എന്റെ വ്യതകൾ, എന്റെ സതകൾ, എന്റെ ആകുലതകൾ, എന്റെ വ്യാകുലതകൾ, എന്റെ സങ്കടങ്ങൾ, എന്റെ പ്രയാസങ്ങൾ, എന്റെ ദുഃഖങ്ങൾ, എന്റെ കണ്ണുനീർ, എന്റെ പ്രതിസന്ധി, എന്റെ പ്രയാസം, റബ്ബേ, റബ്ബേ, എന്റെ പരിമിതികളും എന്റെ പരിതാപങ്ങളും എന്റെ പരിദേവനങ്ങളും എല്ലാം നിന്നോടാണ് പറയുന്നത്. എന്തിനാണ് കരയുന്നത് സഹോദരങ്ങളെ? കാംതാഹെ ദിൽ തേര അന്ദേശ തൂഫാൻ സഖ്യാ നഹുതാ തൂ കശ്തി ഭി തൂ ബഹ്റു ഭി തൂ സാഹിൽ ഭി തൂ ആഗ് കിസ്കി ദസ്തു തൂ ആവാസ് രഹ്തി ഹൈ തുझे രാഹ തൂ റഹബർ ഭി തൂ റഹ്റൂ ഭി തൂ മൻസിൽ ഭി തൂ. പരാവാരം പോലെ പരന്നൊടുകുന്ന കടലിന്റെ നടുവിൽ, ആര് സഹായിക്കാനില്ലാത്ത തിരമാലയുടെ നടുവിൽ ഒരു കുതുമ്പ് വെള്ളത്തിന് നീ ഇങ്ങനെ തുഴയുകയാണ്. പേമാരി തിമിർത്തു പെയ്യുകയാണ്. കാറ്റും കോളും ആഞ്ഞടിച്ചിട്ട് നിന്റെ കൊതുമ്പ് വെള്ളം മറയാൻ പോകുമ്പോ വിളിച്ചാ വിളി കേൾക്കാൻ ആരുമില്ല. ആ സമയത്തിന് ഹുദാത്തൂ, നിനക്കൊരു റബ്ബില്ലയോ? നിനക്കൊരു രക്ഷിതാവില്ലയോ? അവൻ നിന്നെ സഹായിക്കില്ലയോ? അവനോട് വിളിക്കുക. അതിനേറ്റവും പറ്റിയ സമയം പാതിരാത്രിയാണ്. അതുകൊണ്ട് രാത്രിയിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി തഹജ്ജുദ് നമസ്കാരം പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറ സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രാത്രിയിലെ സുന്നത്തായ നമസ്കാരം വിടരുത്. മസാല അബ്ദി ബിന്നവാഫിലി യഖറുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ فسمع منه ثم عينا باصرا أي مثل ذلك في المتارب حربنا. സുന്നത്ത് നമസ്കാരങ്ങളിലൂടെയാണ് എന്റെ അടിമ എന്നോട് അടുക്കുക, ഫർളിലൂടെയല്ല. സുന്നത്ത് വിട്ടുകളയല്ലേ സമൂഹമേ. ആ സുന്നത്തിലൂടെയാണ് റബ്ബുമായിട്ടെടുക്കുക. റബ്ബുമായിട്ടെടുത്താൽ പിന്നെ ആരായി? അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും. അവൻ പിന്നെ ഞാനുമായിട്ട് ബന്ധമുണ്ട്. അവന് പിന്നെ മറയില്ല. ഇതാരോട് പറയണം? നിങ്ങളോടാണ് പറയേണ്ടത്. അവനെ ഞാനും തമ്മിൽ മറയില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്തിലൂടെ അവന് ഞാനുമായിട്ടെടുത്താൽ, സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഏറ്റവും മഹാനായ മനുഷ്യന്റെ വിയോഗം കണ്ടവര്, ഇത് പാറന്നൂർ ഉസ്താദിന്റെ അനുസ്മരണ യോഗം കൂടിയാണ്. ബഹുമാനനായ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ ഫൈലി എന്നോട് പറഞ്ഞു, വാപ്പ മരിക്കുന്നത് വരെ വാപ്പയുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത ഒരൊറ്റ സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കിയിട്ടില്ല. അവസാന സമയം പോലും വിത്തുറു 11 വാപ്പ നിസ്കരിക്കുമായിരുന്നു. എന്തേ സഹോദരങ്ങളെ, പാതിരാ സമയത്ത് പോലും, അവസാന നിമിഷത്തിന് പോലും യഥാർത്ഥത്തിൽ പാറന്നൂർ ഉസ്താദ് ആരെന്നറിഞ്ഞതിന് അല്ലാഹു ആ മഹാന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കാത്തിരിക്കുന്ന ഭാര്യ നാളെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ. യഥാർത്ഥത്തിൽ പാറന്നൂർ ഉസ്താദ് ആരെന്ന് പാറന്നൂരുകാര് തിരിച്ചറിഞ്ഞത്, നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഉസ്താദിന്റെ വഫാത്തിന് വേണ്ടിയാണ്. ഒരു ജനസാഗരം തടിച്ചുകൂടിയപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് 11 റക്അത്ത് വിത്ർ നിസ്കരിക്കാറുണ്ടായിരുന്നു. ഫൈലിയാണ് എന്നോട് പറഞ്ഞത്, മകനാണ് പറഞ്ഞത്. മഗ്രിബ് കഴിഞ്ഞ അവ്വാബീൻ 6 റക്അത്ത് നിസ്കരിക്കും. എന്തുകൊണ്ടെന്നറിയോ? ആ
മനുഷ്യനും അള്ളാഹു തമ്മിൽ പിന്നെ മറയില്ലാതായി. സുന്നത്തിലൂടെ വന്നാൽ ഞാനും അവനും തമ്മിൽ പിന്നെ മറയില്ല, ആ മനുഷ്യനും അള്ളാഹു തമ്മിൽ പിന്നെ മറയില്ല. അതുകൊണ്ടാണ് ഫൈൽ ഈജിപ്തിൽ അസ്ഹറിലേക്ക് പോയപ്പോ മകൻ അങ്ങനെ പോകാറില്ലടല്ല, അസ്ഹറിലേക്ക് വിദൂര പഠനത്തിന് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഉമ്മയെ സാക്ഷി നിർത്തിയിട്ട് മകനോട് പറഞ്ഞു, മകനെ പോവുക, പഠനം പൂർത്തിയാക്കുക. ഇതിന്റെ ഇടയിൽ നീ പലതും കേൾക്കും, ചില വാർത്തകൾ നീ കേട്ടാൽ തിരിച്ചു വരാൻ പാടില്ല. മകനെ ഈജിപ്തിലേക്ക് യാത്രയേക്കുമ്പോഴും ആ മനുഷ്യൻ തന്നെ മരണത്തിന്റെ കാലത്ത് അറിഞ്ഞിരുന്നു. മകനോട് പറഞ്ഞു, ഏത് മനുഷ്യനാണോ പറയാൻ കഴിയുക, എനിക്ക് പറയാൻ കഴിയുമോ, ഇങ്ങനെ പറയാൻ കഴിയോ? അള്ളാഹ് അറിയിച്ചു കൊടുക്കുകയാണ്. അവരുടെ ഇടയിൽ മറനട്ടപ്പെട്ടു പോയി, സുന്നത്തിലൂടെ അങ്ങടുത്തു പോയി. കയ്യും കാലും ചെയ്യുന്നതൊക്കെ പടച്ചിറപ്പിന്റെ മറയില്ലാത്ത ജീവിതത്തിലായി. മകനെ ഈജിപ്തിലോട്ട് പറഞ്ഞു വിടുമ്പോഴും അറിഞ്ഞിരുന്നു മരണത്തിന്റെ കാലൊച്ച. ഇതിന്റെ ഇടയിൽ പല വാർത്ത നീ കേൾക്കും, വരാൻ പാടില്ല. മകൻ അസ്ഹറിൽ നിൽക്കുമ്പോഴാണ് വാപ്പ മരിക്കുന്നത്. ഫൈലി എന്നോട് പറഞ്ഞു, വാപ്പയുടെ വാക്കോത്തപ്പ വരാൻ തോന്നിയില്ല. ഉമ്മയോട് പറഞ്ഞു, അത്രേ നീ ഒരു കാര്യം വന്നാലും ഇങ്ങനെ വിളിച്ചു വരുത്താൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം മരിക്കുന്നതിന് മുമ്പ്, എത്രയോ സമയങ്ങൾക്ക് മുമ്പ്, മരിക്കുന്നതിന്റെ തലേ ദിവസം പ്രിയപ്പെട്ട ഭാര്യ ശരീരത്തിന് കുളിപ്പിച്ചു കൊടുക്കുമ്പോ, നന്നായിട്ട് നീ എന്നെ തേച്ച് കുളിപ്പിക്ക് എന്നു ചോദിച്ചപ്പോ, ഇനി നാളെ നിനക്ക് എന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. ആർക്കാണോ പറയാൻ കഴിയുക? എനിക്കാണ്, എന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. മരിക്കുന്നതിന്റെ തലേ ദിവസം ഭാര്യയോട് നന്നായിട്ട് കുളിപ്പിക്ക്. ഇത് സഹാബത്തിന്റെ കഥയല്ല, ഇത് താബീങ്ങളുടെ കഥയല്ല, ഇത് അയിമ്മത്തുൽ അർബയുടെ കഥയല്ല. ഈ പരിസര പ്രദേശത്ത് ജീവിച്ചിരുന്ന നിങ്ങളറിഞ്ഞ ഒരു നിലാവെളിച്ചത്തിന്റെ കഥ. ഭാര്യയോട് പറഞ്ഞു, നാളെ നിനക്ക് എന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ദുആ ചെയ്യാറുണ്ട്, ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കാൻ കഴിയണം. നിന്ന് നിപ്പിൽ പെടഞ്ഞു വീട് മരിക്കുന്ന ജീവിതമല്ല. പോകുന്ന വഴിയിൽ ഒരു കെലിമ പോലും പറയാതെ പെടഞ്ഞു വീഴലല്ല. മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ അറിയണം ഞാൻ പോവുകയാണ്. മക്കളോട് സലാം പറയുമ്പോ, കുളിപ്പിക്കുന്ന സമയത്ത് ഭാര്യയോട്, നാളെ നിനക്ക് എന്നെ കുളിപ്പിക്കാൻ കഴിയില്ല. അവസാനം മരിക്കുന്ന നേരത്ത് അതേ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട്, യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദു വുജൂഹ്, മരിക്കുന്നതിന് മുമ്പ് ഒരു ഖുർആൻ ആയത്തോതി. നാളെ പരലോകത്ത് ചിലരുടെ മുഖം വെളുത്തിരിക്കും, ചിലരുടെ മുഖം കറുത്തിരിക്കും. അല്ലാഹുവേ, ആ ആയത്തോതിയിട്ട് കൊതിപ്പിക്കുന്ന മരണത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, നവ്വറല്ലാഹു മർക്കദ, നവ്വറല്ലാഹു മർക്കദ. ആ മനുഷ്യൻ ലോകം കണ്ട മഹാനാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മറ്റാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെന്റെ വിഷയവുമല്ല. എനിക്ക് കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഭൂമിയിൽ മഹാനായവനെ മരിക്കുന്ന സമയത്ത് മഹാനാവാൻ കഴിയൂ. അതുകൊണ്ടാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ മയ്യത്ത് നിസ്കാരത്തിന് കണ്ട ആളുകളെ കണ്ടിട്ട് ചോദിച്ചത്, ഹാദാ അറഫ, ഇത് അറഫയാണോ? അറഫയിലല്ലാതെ ഇങ്ങനെ ഒരു ജനസഹസ്രം കണ്ടിട്ടില്ല. ഈ സദസ് ഏറ്റവും നല്ല സദസ്. ഇനി രാത്രിയുടെ രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് ഈ ആയത്തോതിയിട്ടാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആയത്തോതിയിട്ടാണ് മരിച്ചത്. എന്ന ആയത്തോതിയിട്ടാണ് മരിച്ചത്. അല്ലാഹുവേ, ഞങ്ങളേത് വെളിച്ചത്തിന്റെ പുറകെ നടക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് ഈ മഹത്തായ തൗഫീഖ് നൽകണേ അല്ലാഹ്. ബഹുമാനനായ വാവാട് ഉസ്താദ് എത്രയോ ദുആ സദസ്സിന് നേതൃത്വം നൽകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അത്ഭുതത്തൊട്ട് പോയിട്ടുണ്ട്. ഞാൻ ഈ ഫീൽഡ് കൊടുക്കാൻ നേരത്തൊരു പെങ്കൊച്ച് കടന്നു വരുമ്പോ ഉസ്താദ് പറഞ്ഞു, വേണ്ട മോളെ, വാപ്പയെ പറഞ്ഞു വിട്. അത് ഉസ്താദ് ജീവിതത്തിൽ ശീലിച്ച ഒരു സൂക്ഷ്മതയുടെ ഭാഗമാണ്. ചിലപ്പോ കണ്ടവർക്കൊരു വിഷമമുണ്ടാവാം. ആ വിഷമമല്ല, അത് നിലകൊണ്ട ഒരാദർശത്തിന്റെ തസവുഫിന്റെ പാതയാണ്. ചിലപ്പോ അഹമ്മദ് കബീറിന്റെ മനസ്സിലപ്പോ തോന്നിയിട്ടില്ല. കാരണം അവൻ അതിനേക്കാൾ എത്രയോ ചെറുതാണ്.
അതാ നിലയുറപ്പിച്ച തസവുഫിന്റെ പാതയാണ്. അള്ളാഹു മഹാനവറുകൾക്കും ഇതേ ആഖിബത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഈ പാവപ്പെട്ടവൻ ജീവിച്ചിരുന്നാൽ അങ്ങനെ വാവാട് ഉസ്താദിനെ കുറിച്ച് പറയണം. ജീവിതം അങ്ങനെയാണ്. അള്ളാഹു ആഖിബത്തും അള്ളാഹുവേ നന്നാക്കി തരണേ തമ്പുരാനെ. ഞാൻ അതുകൊണ്ട് ഈ സദസ്സിൽ പാറന്നൂർ ഉസ്താദിന്റെ അനുസ്മരണത്തിനൊരു വാക്ക് പറയൽ ഇവിടെ വെച്ചിട്ടല്ല. ഞാൻ ഇന്നലെ കൊരട്ടിക്കരയിൽ ഇത് പറഞ്ഞപ്പോ ജനലക്ഷങ്ങൾ പൊട്ടിക്കരഞ്ഞു. എന്റെ നാട്ടിൽ കൊല്ലത്തിന്റെ വീടിന്റെ മുമ്പിൽ വെച്ച് പാറന്നൂർ ഉസ്താദിന്റെ വഫാത്ത് പറഞ്ഞപ്പോ ഇവിടെ വെച്ച് ഞാൻ പാറന്നൂർ ഉസ്താദിന്റെ മക്കളുടെ മുമ്പിലല്ല, എന്റെ വീട്ടിൽ കൊല്ലത്ത് ഞാൻ ഈ വെള്ളിയാഴ്ച രാത്രി ഉറൂസിന് പ്രസംഗിക്കുമ്പോ പാറന്നൂർ ഉസ്താദിന്റെ വഫാത്ത് പറഞ്ഞപ്പോ കയ്യിൽ കിടന്ന 4 വളം വലിച്ചൂരിത്തുന്ന ഒരു സഹോദരി, ഉസ്താദേ അങ്ങനെയൊന്നും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം, വേറൊന്നും വേണ്ട. ഈ മനുഷ്യൻ ഒരു വല്ലാത്ത മനുഷ്യനാണ്. ഇത് സുന്നത്തിലൂടെ കിട്ടിയ ബന്ധമാണ്. സഹോദരങ്ങളെ, അണ്ടിക്കോട് ഞാൻ അത് പറയുമ്പോ 35 വർഷം ഡോക്ടർ കണ്ടുപിടിക്കാത്ത രോഗം ഈ സദസ്സിലെ സലാത്ത് കൊണ്ട് മാറിയിട്ടുണ്ട്. ഈ പ്രവർത്തകർ ഈ മഹാനായ പാറന്നൂർ ഉസ്താദിന്റെ അടുക്കൽ പോയി ഒരു ഹിഫ്ളുൽ ഖുർആൻ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ വേണ്ട, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം തുടങ്ങാൻ അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ്. ആ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ഞാൻ ഈ സദസ്സിന് ചോദിക്കുന്ന ആദ്യത്തെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് പ്രയാസമാണോ അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉസ്താദിന്റെ നാവ് കൊണ്ട് പറഞ്ഞ അത്രയും നല്ല വഫാത്ത് നൽകിയ മനുഷ്യന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു സംരംഭമാണിത്. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവൻ അല്ലാഹുവിന് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1,06,666 രൂപ ഈ ഖുർആൻ കേന്ദ്രത്തിന് വേണ്ടി, വേറൊന്നിനുമല്ല, അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി. അല്ലാഹുവേ, അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. ഒരൊറ്റാളും എഴുന്നേക്കരുത്. കാരണം ഇതെന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയ ഒരു വാക്കാണിത്. സദസ്സിലുണ്ട് ഈ സഹോദരൻ. ഞാൻ കഴിഞ്ഞ 4-ാം തീയതി കൊപ്പം മക്കാമിൽ വെച്ച് ഖുർആൻ, ക്യാൻസറിന് ഖുർആനിലൂടെ മോചനം എന്ന ഒരു വലിയ വിഷയം, ലോകാവസാനത്തിന് ശേഷം ഞാൻ സംസാരിച്ച ഒരു വല്ലാത്ത വിഷയം. 99% ക്യാൻസർ ബാധിച്ചിട്ട് തിരുവനന്തപുരം ആസിസിൽ നിന്ന് ഡോക്ടർ മടക്കിയ രോഗിയടക്കം 300 ക്യാൻസർ രോഗികളുടെ മുമ്പിൽ വെച്ച് ഖുർആന്റെ ചികിത്സ ക്യാൻസറിലൂടെ പറഞ്ഞു കൊടുത്തു. അതിൽ പങ്കെടുത്ത ഒരു സഹോദരനാണ് ബഹുമാനപ്പെട്ട ഉസ്താദേ, ഖുർആനിലൂടെ ക്യാൻസർ ശമിക്കുമെന്നത് 100% ശരിയാണ്. ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ നിന്നും പഠിച്ച ദിക്ർ സ്ഥിരമാക്കുകയും സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്തപ്പോൾ എന്റെ അസുഖത്തിന് ശമനമുണ്ട്. നട്ടെല്ലിനെ ക്യാൻസർ ബാധിച്ച് സർജറി ചെയ്ത് നട്ടെല്ല് കട്ട് ചെയ്ത് ട്യൂമർ നീക്കം ചെയ്ത് റേഡിയേഷനും ചെയ്ത് വീട്ടിൽ കിടക്കുമ്പോഴാണ് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. പ്രഭാഷണങ്ങൾ ഉസ്താദ് നിർദ്ദേശിച്ച ദിക്ർ സ്ഥിരമാക്കിയ അസുഖത്തിന് ശമനമുണ്ട്. നടക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. നട്ടെല്ല് മുറിച്ചു കളഞ്ഞിട്ട് നടക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. എനിക്കിപ്പോൾ നല്ല പോലെ നടക്കാൻ കഴിയുന്നുണ്ട്. മൻസൂർ അലി പാലത്ത് എന്ന സഹോദരൻ ഈ സദസ്സിലുണ്ട്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഈ സദസ്സിൽ അദ്ദേഹം ഇപ്പോൾ എഴുതി തന്നതാണിത്. അല്ലാഹുവേ, എത്രയെത്ര മാറാരോഗങ്ങൾ ഈ സദസ്സ് കൊണ്ട് മാറിയിട്ടുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഖുർആനിന് വേണ്ടി ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നല്ല സദഖ 1,06,666 രൂപ ഉസ്താദെ ഈ സദസ്സിൽ വെച്ച് ഞാൻ നൽകാം. ആഗ്രഹത്തോടെ ഇപ്പൊ വാഗ്ദാനം ചെയ്ത് പിന്നീട് പ്രവർത്തനം തുടങ്ങുമ്പോൾ ആരാ ഇൻഷാ അല്ലാഹ് ആദ്യം ഇതിനു വേണ്ടി ഒരു തറക്കല്ലിടുമ്പോ ആദ്യം അതിനു വേണ്ടി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഖിയാമത്ത് നാൾ വരെ ഖുർആൻ ഓതുമ്പോ ആ ഖുർആന്റെ പ്രതിഫലം അവസാനം വരെ എത്താൻ നട്ടെല്ല് മുറിച്ചിട്ട് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ രോഗി ഈ സ്വലാത്ത് കൊണ്ട് ദുആ കൊണ്ട് എഴുന്നേറ്റ് നടന്നു എന്ന് ഈ സദസ്സിൽ പറഞ്ഞ സദസ്സാണിത്. ഒരാഗ്രഹം മുൻനിർത്തി, രോഗങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വസ്തു വാങ്ങിച്ചിട്ട് കുടുങ്ങിപ്പോയവരുണ്ട്. അല്ലാഹു എല്ലാം മാറ്റി തരട്ടെ. ആദ്യം ആരാ ഒരാൾ പറയുക? 1,06,666 രൂപ ആരാ പറയുക ഈ സദസ്സിൽ നിന്ന്? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
1,06,000 തഖബ്ബൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ. ആദ്യം പറഞ്ഞ ആ സഹോദരൻ വലിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ ഡോക്ടറെ, ഞാനിത് വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് മൻസൂർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്ത ഒരു അനുഭവമാണിത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് സാധാരണ ചില ആളുകൾ ചെയ്യും പോലെ നേരത്തെ പറഞ്ഞിരുത്തി കൊണ്ടുവന്ന് പറയിപ്പിക്കുന്ന കറാമത്തൊന്നും അല്ല ഇത്. ഈ കറാമത്ത് അങ്ങനെയുള്ള കറാമത്തുകളൊക്കെ ഉണ്ട്. ഇത് സാറ്റലൈറ്റ് കറാമത്തോ ഇത് അങ്ങനത്തെ നെറ്റ്വർക്ക് കറാമത്തല്ല. ഇത് ഈ സദസ്സിൽ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് നടത്തിയ ഖൈറുകളാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ സഹോദരൻ, അദ്ദേഹത്തിന് ആ സമ്പത്ത് വരുന്ന ഒരു മാർഗമുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഈ 1 ലക്ഷം നിങ്ങൾക്ക് പാഴാവില്ല. ഇതിന്റെ 10 ലക്ഷം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ചു കിട്ടും. ആ ഒരു നിയ്യത്തോടെ രണ്ടാമത്തെ ആൾ ഇത് കഴിയുമ്പോൾ ഇതിനു വേണ്ടി തയ്യാറാകണം. ബക്കർക്ക അല്ലേ, ബക്കറല്ലേ, ബക്കർ അലി ഷംസുദ്ദീൻ, ഇത്ര എനിക്കറിയാന്ന് മനസ്സിലായില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ ദീനി കാര്യങ്ങൾക്കും ഞാൻ കുവൈറ്റിൽ വാതു പറയുമ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ അലി, ഞങ്ങൾ എല്ലാവരും കൂടി ഉസ്താദിന്റെ സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ഹാഫിളാക്കാനുള്ള ചെലവ് 1.5 ലക്ഷം രൂപ അവർ ഏറ്റെടുത്തു. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. 2 പേർ, ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ആൾ കൂടെ ഒരു 3 സലാത്ത് ഉറക്കെ ചൊല്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. അല്ലാഹുവേ, ഇപ്പോൾ വാവാട് ഉസ്താദ് ഇടയ്ക്ക് പോകുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദുആ. 1 മിനിറ്റ് ഉസ്താദ്, ഉസ്താദും കൂടെ ഉള്ളപ്പോൾ ഞാൻ ചോദിച്ചതുകൊണ്ട് ഇപ്പൊ പിരിക്കാൻ വേണ്ടല്ലോ. ഉസ്താദ് ഇപ്പൊ പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതൊക്കെ പറയുന്നെങ്കിലും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആരാണെന്ന്. ഈ വെള്ള വസ്ത്രത്തിന്റെ ഉള്ളിൽ അഹമ്മദ് കബീർ ആരാന്ന് എന്നെ കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എന്റേതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല, പറയുന്നുമില്ല. പക്ഷെ എന്റെ സദസ്സിൽ വരുന്ന ആളുകൾ നിസ്സാരക്കാരല്ല. അഹമ്മദ് കബീറിന്റെ ഒരു കറാമത്തായിട്ട് നിങ്ങൾ കണക്കേണ്ട. അതുവരെ ഒന്നും ഇവൻ എത്തിയിട്ടില്ല. അള്ളാഹു അവിടം വരെ എത്തിക്കട്ടെ. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അള്ളാഹു ആ ചിന്ത അങ്ങനെ തരാതിരിക്കട്ടെ. അപ്പോഴാണ് പലർക്കും പിഴച്ചു പോയത്. ഞാനാണ് വലുത് എന്ന് തോന്നിയപ്പോഴാണ് പലർക്കും പിഴവുണ്ടായത്. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാക്കട്ടെ, അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. ഏറ്റവും വലിയ എന്നോട് ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഒരു സദസ്സിൽ വച്ചിട്ട് പറഞ്ഞു, ബാക്കവി ഇത് നിങ്ങളുടേതാണെന്ന് ചിന്തിക്കേണ്ട, ഇത് നിങ്ങളുടെ സദസ്സ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട തങ്ങളിരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ ആൾക്കൂട്ടമൊക്കെ ഒരു ട്രെൻഡാണ്. ഞാൻ വാത് കഴിഞ്ഞിറങ്ങിയപ്പോ തങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ആ വാക്ക് പറയരുത്, ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയൊരു കബൂലിയത്താന്നേ പറയാവൂ. ഞാൻ വെറുതെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വിവരദോഷിയാണ് ഞാൻ എവിടെ വാതിന് പോയാലും ഒരു പച്ച കുപ്പായിട്ടൊരു മനുഷ്യൻ വരും. എല്ലാ സമയത്തും വന്നിട്ട് എന്റെ അടുക്കൽ വന്ന് കൈനീട്ടും, എന്തെങ്കിലും തരാൻ പറയും. എന്റെ കൂടെ എനിക്ക് ന്യൂ ഇയർ പ്രഭാഷണത്തിൽ കാറ് സമ്മാനിച്ച അബ്ബാസാജി ഉണ്ട്. ഇദ്ദേഹത്തെ കണ്ട എല്ലാ സദസ്സിലും വരും. ഒരു 5000 റുപ്യ എടുത്തിട്ട് കൈ കൊടുക്കും, വാങ്ങിച്ച് വലിച്ചെറിഞ്ഞോളൂ. വേണ്ട, എന്റെ അടുത്ത് ഒന്ന് വാക്കവി എന്തെങ്കിലും തരാൻ പറയും. ഞാനൊരു 100 റുപ്യ എടുത്തു കൊടുക്കും, വലിച്ചെറിഞ്ഞു. അവസാനം എന്നോട് ഒരു 10 റുപ്യ തരാൻ പറയും. 10 റുപ്യ കൊടുത്തു. ഞാൻ എവിടെ പോയാലും ആ മനുഷ്യൻ വരും, 10 റുപ്യ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. വേറെ ഒരാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹം ഇതേവരെ 5 പൈസ വാങ്ങിച്ചിട്ട്. എല്ലാ സദസ്സിലും ആ മനുഷ്യനോട് ഒരു മസ്താനാണ്. ആ ഒരു ആമീനാണ് യഥാർത്ഥത്തിൽ സദസ്സിന്റെ വലുത്. അള്ളാഹു സ്വീകരിക്കട്ടെ. വാവാട് ഉസ്താദ് ഉണ്ട്. ഇപ്പോ ഉസ്താദ് കഴിഞ്ഞാൽ പോകും, ഞാൻ ഉസ്താദിനെ പിടിച്ചിരുത്തിയതാണ്. ഒരാമീൻ പറയാൻ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് കൈ നെഞ്ചിന് നേരെ പിടിച്ച് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. ഞാനിവിടെ വാള് പറയുമ്പോൾ ഉസ്താദ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ സദസ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും തീർച്ച. അബ്ദുൽ അസീസ് വെള്ളച്ചാലിൽ അല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ആഗ്രഹത്തോടെ ഈ സദസ്സിലേക്ക് വിശുദ്ധമായ ഖുർആനിന് ഒരു ശിലാസ്ഥാപനം നടക്കുമ്പോ നിന്റെ കലാമിന് വേണ്ടി പറഞ്ഞ അബ്ദുൽ അസീസ് എന്ന സഹോദരൻ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ആഗ്രഹത്തോടെ ആദ്യം എഴുന്നേറ്റ് ഉസ്താദേ തുടക്കക്കാരൻ ഞാനെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖല ഏതാണോ അതിലിതിന്റെ 10 ഇരട്ടി ലാഭം നൽകണേ തമ്പുരാനെ.
നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റണേ അല്ലാഹ്. റബ്ബേ ഇതിനു പകരം അദ്ദേഹത്തിന്റെ മക്കളെ ഖുർആൻ പഠിക്കുന്ന, ഖുർആനിനെ സ്നേഹിക്കുന്ന പൊന്നു മക്കളാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ, സൗർ ഗുഹയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞതാണ്, ഇന്നല്ലാഹ സാലിസു, അല്ലാഹുവാണ് മൂന്നാമൻ. ഒന്ന് അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ, രണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, മൂന്ന് ഇന്നല്ലാഹ സാലിസു. ഈ മൂന്നാമത്തെ ആളൂടെ പറഞ്ഞാൽ ആരാ? ഒന്ന് കൈബന്ധിക്കാൻ പറയാം. അത് പറ, അല്ലാഹു കബൂലാക്കട്ടെ. മൂന്ന് സലാത്തുൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഉമ്മർ കോയ കിണറ്റിൻകര എന്ന സഹോദരൻ 1,06,666 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ആ സഹോദരന് വേണ്ടിയാണ് ഈ ആയിരങ്ങൾ 3 സ്വലാത്ത് ചൊല്ലിയത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് റബ്ബേ ആ സഹോദരനത് പറയുമ്പോൾ മനസ്സിലേത് മുറാദാണോ അത് ഹാസിലാക്കണേ തമ്പുരാനെ, ഹാസിലാക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ പ്രയാസമുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഒന്ന് ഉസ്താദേ, ഒന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, രണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു, മൂന്ന് സയ്യിദുന ഉസ്മാൻ, നാല് ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അല്ലാഹു കബൂലാക്കട്ടെ. പറപ്പാറമ്മൽ മുഹമ്മദ് സാഹിബ് 1,06,666 രൂപ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വൻഖുസ് മിൻഹു ഖലീലാ. അല്ലാഹുവേ പാതിരാത്രിയിൽ ദുആ ചെയ്യുമ്പോ പറപ്പാറമ്മൽ മുഹമ്മദ് സാഹിബ്, അല്ലാഹുവേ ഈ സദസ്സിന് വേണ്ടി ചെയ്ത സദഖയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ റബ്ബേ. അത്ഭുതങ്ങൾ നടന്ന ഈ സദസ്സിൽ അല്ലാഹുവേ നട്ടെല്ല് പോലും മുറിച്ചു കളഞ്ഞിട്ട് എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞ അല്ലാഹുവേ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ ഈ സദസ്സിന്റെ കറാമത്ത് കൊണ്ട്, ഇവിടെ ഒരുമിച്ച് കൂടിയ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധ നിഅമത്തും അദ്ദേഹത്തിന് നൽകണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. റബ്ബേ പടച്ചവനെ അദ്ദേഹത്തിന്റെ മക്കളെ സാലിഹീങ്ങളാക്കണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങൾക്കൊരരുതി വരുത്തണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, 4 സഹോദരങ്ങൾ അല്ലാഹു ഖുലഫാഉർ റാഷിദീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നാളെ അവരുടെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ഉമർ റളിയല്ലാഹു തആല ഒരു പാതിരാതീരത്തിന്റെ ജനത്തിന്റെ ഇടയിലൂടെ നടക്കവേ, ഉമർ റളിയല്ലാഹു തആല പാതിരാ സമയത്ത് നടന്നു പോകുമ്പോ ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല പാതിരാ സമയത്ത് ഒരു കർഷകൻ വീട്ടിലിരുന്ന് ഖുർആൻ ഓതുകയാ. വത്തൂരി വകിതാബിൻ മസ്തൂർ ഫീ റക്കിൻ മൻശൂർ വൽബൈത്തിൽ മഅമൂർ എന്ന സൂറത്ത് തൂർ പാരായണം ചെയ്യുമ്പോ ഉമർ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് രാത്രിയിൽ സഞ്ചരിക്കുകയാ. സൂറത്ത് തൂറിന്റെ ആയത്ത് കേൾക്കവേ ഉമർ റളിയല്ലാഹു തആലവിന്റെ നെഞ്ചു പടഞ്ഞു പോയി. ആ ആയത്ത് കേട്ട ഉമർ റളിയല്ലാഹു തആല ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി അവസാനം ആയത്ത് ഓതിയോരു ഇന്ന അദാബ റബ്ബിക ലവാഖി. അല്ലാഹുവിന്റെ ശിക്ഷ ഇതാ വരാൻ പോകുന്നു, പടച്ചറപ്പിന്റെ ശിക്ഷ ഇറങ്ങാൻ പോകുന്നു എന്നായത്തെത്തിയപ്പോ ഉമർ
റളിയല്ലാഹു തആല പേടിച്ചു വിറച്ചു പോയി. ആയത്തങ്ങട് കേൾക്കേണ്ട താമസം പടച്ചറപ്പിന് അലാപറങ്ങാൻ പോവുകയാണ്. ഉമർ പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ണിലൂടെ കണ്ണുനീര് തടന്തല്ലാ തുടങ്ങാൻ തുടങ്ങി. അവസാനം പേടിച്ചു അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ചുള്ള ഓർമ്മ വന്നപ്പോ പേടിച്ചു വീഴാൻ പോയപ്പോ വീഴാതിരിക്കാൻ ഒട്ടകത്തിന്റെ മുകളിലേക്ക് ചാരി നിന്ന് ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് പള്ളിയിലേക്ക് എത്തുകയാ. ആ പള്ളിയിലെത്തിയിട്ട് സുബഹി നമസ്കാരം കഴിഞ്ഞ് കിടന്നതാണ്. പിന്നീട് 1 മാസം കഴിഞ്ഞിട്ടാണ് പനി മാറിയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലെ രാത്രിയുടെ 2ാമത്തെ ഭാഗം പാതിരാ സമയത്തൊരായത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല ആദ്യമായിട്ടല്ല ഈ ആയത്ത് കേൾക്കുന്നത്. പലപ്പോഴും മഗ്രിബ് നമസ്കാരത്തിന് ഹബീബായ നബി തങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ട്. എല്ലാ പ്രാവശ്യവും എപ്പോഴും കേൾക്കുന്ന ആയത്ത്. പക്ഷേ രാത്രി സമയത്ത് ആരുമില്ലാത്ത വിജനതയിൽ ഒരു രാത്രിയുടെ ഇടയിൽ ആയത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തആല പേടിച്ചു പനി പിടിച്ചു പോയി. ആ പനി പിന്നീട് മാറിയത് 1 മാസം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് രാത്രിയിൽ ഖുർആൻ ഓതുക, രാത്രിയിൽ ഖുർആൻ ഓതുക. അതുകൊണ്ടാണ് ഖുർആൻ രാത്രിയിലെ 2ാമത്തെ ജോലി. 1 തഹജ്ജുദ് നമസ്കരിക്കുക, 2 വറത്തില് ഖുർആന തർതീലാ, വറത്തില് ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ റസൂലിനോട് പോലും അല്ലാഹു പറഞ്ഞതാണ് ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. രാത്രിയിലിരുന്ന് ഖുർആനോട് നബിയേ എന്റെ ഈ ചെറുപ്പക്കാരെ ക്ഷണിക്കുകയാ, എന്റെ ഈ സഹോദരിമാരെ ക്ഷണിക്കുകയാ. ഒരു പുതിയ സംസ്കാരം വീട്ടിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെടുത്താൻ പാതിരാ സമയത്ത് രാവിലെ രാത്രിയുടെ അവസാന സമയം 4 മണിക്കെഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ ഖുർആനോടാൻ പെങ്ങളെ നിനക്ക് കഴിയുമോ? സഹോദരാ നിനക്ക് കഴിയോ? ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പാതിരാ സമയത്തിരുന്ന് ഖുർആൻ ഓതുകയാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതമനദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമാ. നാളെ നരകത്തിന്റെ ഇരുമ്പ് കൊളുത്തുകളെ കുറിച്ചുള്ള ആയത്ത് കേട്ടപ്പോ പെങ്ങളെ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല ബോധരഹിതരായി താഴെ വീണു. രാത്രിയിലാണോ ഓതേണ്ടത്? ഈ സംസ്കാരം പഠിക്കുക. രാത്രിയെ അധിനിവേശത്തിന്റെ മലീമസമാക്കുന്ന സംസ്കാരം മാറ്റുക. എന്നിട്ട് രാത്രിയിൽ ഖുർആൻ ഓതുക. ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. കഴിവുള്ളിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുക. അല്ലാഹു നമുക്ക് ആ സംസ്കാരം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 2ാമത് അപ്പൊ ഇപ്പൊ എത്ര കാര്യം പറഞ്ഞു? 1 തഹജ്ജുദ് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒന്ന് തീരുമാനിച്ചൂടെ? ഉറക്കപ്പറ. ഒരു സഹോദരി അല്ലാഹു കബൂലാക്കട്ടെ. ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ, ഖൂലു തക്ബീർ. അല്ലാഹുവേ ഇത് പാതിരാത്രി ഞങ്ങൾ ഈ ചൊല്ലുന്ന സലാത്ത് സഹോദരിയുടെ മനസ്സിന്റെ മുനാട് ഹാസിലാകാൻ നീ കാരണമാക്കണേ തമ്പുരാനെ. സ്വർണമല്ല 1,06,666 വരാൻ തീരുമാനിച്ച ആ സഹോദരി, അവരുടെ മക്കളെ നീ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാനെ പോലെ സാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാഹ്. ആ ഉമ്മയ്ക്ക് നാളെ ഏറ്റവും വലിയ ഊന്നുവടിയായി പൊന്നുമക്കളെ നൽകണേ തമ്പുരാനെ. നാളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്തെങ്കിലും രോഗങ്ങളിൽ അല്ലാഹുവേ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ആ സ്ത്രീയെ അല്ലാഹുവേ അവസാനം വരെ കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിപ്പിക്കണേ തമ്പുരാൻ. 25,000 രൂപ അബൂബക്കർ പൊയിലിൽ പറഞ്ഞു. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച കുവൈറ്റിൽ പോയതാണ്. അല്ലാഹുവേ കുവൈറ്റിലിരുന്നിട്ട് ആ സഹോദരൻ പറഞ്ഞ സദക്ക ആ പൊരുവയിലിന്റെ മണനാരുണ്യത്തിന്റെ ആശ്വാസമാക്കണേ റബ്ബേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കുവൈറ്റിൽ പോകുമ്പോ എത്രയെത്ര ആളുകളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്. അവർക്ക് ഓരോരുത്തർക്കും ആ ദുആകള് റബ്ബേ നീ കബൂലാക്കണേ തമ്പുരാനെ. മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്.
ആ കോഴിയുടെ പേര് ശവായി കോഴി അല്ലെ. നല്ല തീയിൽ ഇങ്ങനെ വെച്ചിട്ട് കോഴിയുടെ തൊലി ഉരിച്ചിട്ട് കോഴിയുടെ തൊലി ഉരിക്കും. ഇങ്ങോട്ട് നോക്ക് തിന്നുമ്പോ ചില കാര്യമൊക്കെ ഓർക്കണം. കോഴിയുടെ തൊലി ഉരിക്കും, എന്നിട്ട് നല്ല തീ ഇങ്ങനെ ആളി കത്തിക്കും, എന്നിട്ട് ഇതിന്റെ പച്ച മാസം അങ്ങോട്ട് കറക്കി കൊടുക്കും. അപ്പൊ ഇത് നന്നായിട്ട് തീയില് വേകും. ഈ വേകുന്ന കോഴിയുടെ പേരാണ് ശവായി. അതിങ്ങനെ തിന്നുമ്പോ ഒരായത്തുറക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരി, അവരൊക്കെ രണ്ട് കുട്ടികളാണ്. ഒരു കുട്ടി മരിച്ചുപോയി, രണ്ടാമത്തെ കുട്ടി 4 വർഷമായി അസ്വസ്ഥതയിലാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി 1,06,666 രൂപയുടെ ചെങ്കല്ല്, കെട്ടിടത്തിന് ആവശ്യമായ ചെങ്കല്ല് ഇൻഷാ അല്ലാഹ് ആ സഹോദരി ഏറ്റിരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഈ ആയത്ത് പറയാൻ മുമ്പ് 3 സ്ഥലത്ത് 2 മക്കളാണ്, ഒന്ന് പോയി ഇനി ഒന്നേ ഉള്ളൂ. അവരെ ആകെ അത്താണി. ഈ സദസ്സ് കൊണ്ടത് ഖൈറായി കിട്ടണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആ മരിച്ചുപോയ മകന്റെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. ആ ഉമ്മയ്ക്ക് വാലിൽ ആളിച്ചു കൊതി തീരാത്ത പൊന്നുമോന് ഇനി ലാളിക്കാ സ്വർഗത്തിൽ നീ കൂട്ടിക്കൊടുക്കണേ അല്ലാ. 4 വർഷമായി രോഗം ബാധിച്ചു കിടക്കുന്ന പൊന്നുമോന് അല്ലാഹുവേ ആ പൊന്നുമോന് നീ ഈ സദസ്സിന്റെ, ഈ സലാത്തിന്റെ, ഈ ഖുർആന്റെ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ രോഗം നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. അതിന്റെ ശിഫ ഏതു മരുന്നിലാണോ അതിലേക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ആ ഏകാത്താണി ആ മകനാണ്. ആ മകനെ കൂടെ രോഗത്തിലാക്കിയ ഉമ്മയെ നീ കട്ടപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കല്ലാ ഇന്നഹാ ലലാ നസാഅതൽ ലിശ്ശവാ. കല്ലാ ഇന്നഹാ ലലാ നസാഅതൽ ലിശ്ശവാ തദൂ മൻ അദ്ബറ വതവല്ലാ. യഥാർത്ഥത്തിൽ മോനെ, പാതിരാത്തിൽ പോയി ശവായി കോഴി കടിച്ചു തിന്നുമ്പോ അത് തിന്നരുതെന്നല്ല, അതിലപാകതയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് പാതിരാ സമയത്ത് നിന്റെ ഇമാനത്തിന് സുബഹിക്ക് തടസ്സമാകുമ്പോ ആ സുബഹി നമസ്കരിക്കാറ് പാതിരാ സമയത്ത് കോഴിക്കോട് ബീച്ചിൽ പോയി ഉല്ലസിച്ചിട്ട് സുബഹി പോലും കളാക്കി കിടക്കുമ്പോ കോഴി എന്തെന്നിട്ട് വരുമ്പോ അള്ള പറയാണ്, നീ ഓർക്കുന്നുണ്ടോ നരകത്തിന്റെ കത്തിക്കാളുന്ന തീയെ കുറിച്ച് പറഞ്ഞിട്ട് അള്ള പറയുകയാണ്, കല്ലാ നീ ഉദ്ദേശിച്ചത് പോലെയല്ല പെണ്ണ്. ഇന്നഹാലല്ലാ, ആ നരകം കത്തിക്കാളുന്ന തീക്കുണ്ടമാണ്. അതാണ് നസാഅത്തൻ ലിശ്ശവാ. നസാഅത്തൻ ലിശ്ശവായി. ശവായ് കോഴിയെ പറഞ്ഞതുപോലെ നസാഅത്തൻ ലിശ്ശവാ, തീയിൽ വെച്ചിട്ട് തോലുരിഞ്ഞിട്ട് കോഴിയെ ചുട്ടെടുക്കുന്നത് പോലെ നാളെ നരകത്തിൽ കുല്ലമാ നലജത്ത് ജുലൂദുഹും വബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നാളെ മനുഷ്യന്റെ തൊലി ഉരിഞ്ഞിട്ടാണ് നരകത്തിന്റെ തീയിൽ വെക്കുക. എടമോനെ, ഇതേപോലെ പൊന്നുമോനെ നിന്റെ ശരീരത്തിന്റെ തൊലി ഉരിഞ്ഞിട്ട് നരകത്തിന്റെ തീരല്ലാഹു നിന്നെ ഇതേപോലെ ചുട്ടെടുക്കും. ആ ചുട്ടെടുക്കുന്ന പച്ച മാംസത്തിന്റെ പേരാണ് നസാഅത്തൽ ലിശ്ശവായ്. നിങ്ങൾ എന്താ വിചാരിച്ച ശവായ് കോഴി എന്ന് എഴുതിയപ്പോ അത് അറബി പഠിപ്പിച്ചെന്ന്? ഖുർആനാണ് ആദ്യ ശവായ് എന്ന പദം പറഞ്ഞത്. സൂറത്തുൽ മആരിദ് നസാഅത്തൻ ലിശ്ശവാ എന്ന് ഓതുന്നെങ്കിലും അവസാന അലിഫ് യാഉ ആണ് അല്ലേ? അവസാന അല്ല പറയുകയാണ്, കുട്ടിയെ ഇതേപോലെ നരകത്തിൽ വെച്ചിട്ട് തൊലി ഉരിച്ചു മാറ്റിയിട്ട് നരകത്തിന്റെ തീരെ നിന്നെ ചുട്ടെടുക്കും. അത് നിനക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാക്കുക. സുബഹിയില്ല, അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുബഹി കളാക്കുന്നവർ കേട്ടോളുക, സുബഹി കളാക്കുന്നവർ കേട്ടോളുക. രാത്രിയുടെ അവസാനത്തെ യാമം, പകലിന്റെ തുടക്കം, ആ സമയത്ത് നീ എഴുന്നേക്കുക. ഖുമില്ലൈല ഇല്ലാ ഖലീലാ വമിനൽ ലൈലി അഖിമിസ് സ്വലാത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ
ഇന്നൽ ഫജ്റ കാന മശ്ഹൂദാ ഇന്ന ഖുർആനൽ ഫജ്ർ കാന മശ്ഹൂദാ. നാളെ നിന്നെ സാക്ഷിയായി വരേണ്ട സ്വലാത്താണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. പാതിരാ സമയത്ത് മുഴുവൻ അശ്ലീലം കണ്ടിട്ട്, മുഴുവൻ സീരിയലും കണ്ടിട്ട്, മുഴുവൻ സിനിമയും കണ്ടിട്ട് സുബഹി കളാക്കിയിട്ട് വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരൊറ്റ പെണ്ണിന്റെയും ഒരൊറ്റൊരുത്തന്റെയും വീട്ട് അവന്റെ മുസീബത്തുകളെ വിട്ടുമാറില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് സഹോദരങ്ങളെ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ച് സുബഹിക്ക് 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അതിനുശേഷം ഖുർആൻ ഓതുക. വറത്തിൽ ഖുർആന തർതീലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രാത്രിയിൽ ഖുർആൻ ഓതിയാൽ ഖുർആൻ കൽബിലേക്ക് ഇറങ്ങും. കരയിൽ നിന്ന് അവിടെ നിന്ന് കരയും. അല്ലാഹു നമുക്ക് ഖുർആൻ ഓതി കരയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു ഖുർആൻ ഓതി കരയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രിയിൽ ചെയ്യേണ്ട 3-ാമത്തെ കാര്യം എന്താ? രാത്രി ചെയ്യേണ്ട 3-ാമത്തെ കാര്യം മിസ്കോൾ അടിക്കല. രാത്രി ചെയ്യേണ്ട 3-ാമത്തെ കാര്യം, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഖുർആനൊക്കെ ഓതി മടക്കി വെച്ചിട്ട് മിസ്കോൾ അടിക്കുക. അവിടെ നിന്ന് തിരിച്ചടുത്ത മിസ്കോൾ. ഹൈ, എന്താ കഥ. ഞാനിപ്പോ കൊപ്പത്ത് ക്യാൻസറിനെ കുറിച്ച് വാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സഹോദരി എഴുതി തന്നു എന്റെ അടുക്കൽ, ഉസ്താദെ എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ. ചെന്ത നോക്കി താഴെ എഴുതിയിരിക്കുന്നു, എന്റെ ഭർത്താവിന് 3 പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി എഴുതി തന്ന. അതിന് രസന കാട്ട ആളുകളുണ്ടാവും, ആ സദസ്സിൽ വന്ന ആളുകളുണ്ട്. അവിടെ വായിച്ചതാണ്. അതിന് അത്ഭുതം വേറൊന്നുമല്ല. എന്നിട്ട് ആ പെണ്ണ് എഴുതിയിരിക്കുകയാണ്, എന്റെ ഭർത്താവിന് 3 പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. ആ 3 പെണ്ണുങ്ങളും ഉസ്താദിന്റെ വാതിലൊക്കെ മുമ്പിൽ വന്നിരിപ്പുണ്ട്. ഇതൊരു സദസ്സിന് 80,000-ത്തിലധികം ആളുകൾ കൂടിയ സദസ്സാണിത്. ക്യാൻസറിനെ കുറിച്ച് അതിന്റെ കാസറ്റ് ഇൻഷാ അല്ലാഹ് ഉടനെ ഇറങ്ങും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു അവൻ മിടുക്കുന്ന ഏതായാലും വിത്ര സുന്നത്താക്കിട്ടോ 3 എണ്ണമായിട്ട് ബന്ധമുണ്ട്. ആ 3 എണ്ണം വാതിലൊക്കെ എവിടെ ഉണ്ട്? അവരടക്കം 4 ആളുകളുണ്ട്. ജമാഅത്ത് പൂർത്തിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഇതാണ് അവസ്ഥ. നിക്കാരമുണ്ടോ? ഉണ്ട്. തഴമ്പുണ്ടോ? ഉണ്ട്. തൊപ്പിയുണ്ടോ? ഉണ്ട്. താടിയുണ്ടോ? ഉണ്ട്. പർദ്ദയുണ്ടോ? ഉണ്ട്. അരയിടത്ത് പെൺവാണിഭത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കണ 3 പെൺകുട്ടികളെ കൂട്ടിക്കൊടുത്ത പെണ്ണും ഈ പർദ്ദ ഇട്ടിട്ടുണ്ട്. പേരാമ്പ്രക്കടുത്ത് സഹില എന്ന 9ാം ക്ലാസ്സിൽ കിടക്കുന്ന പെണ്ണിനെ അടക്കം ആത്മഹത്യയിലോട്ട് കിടത്തിക്കൊണ്ടുപോയ ഈ കോഴിക്കോട് കണ്ട ഏറ്റവും നിഷ്ഠൂരമായ പെൺവാണിഭത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം പെൺമക്കളുടെ പ്രായമുള്ള പാവപ്പെട്ട നിഷ്കളങ്ക പെൺകുട്ടികളെ, സ്കൂളിലോട്ട് വരുന്ന പെൺകുട്ടികൾക്ക് കൂട്ടുകാർക്ക് വ്യഭിചരിക്കാൻ സ്ഥലമുണ്ടാക്കി കൊടുത്ത പെണ്ണ് അവളെ കോടതിയിൽ ഹാജരാക്കിയപ്പോ അവൾക്ക് ഇതിനേക്കാളും വലിയ മക്കനെയുണ്ട്. ഇതെന്താ ഇതിന്റെ അവസ്ഥ? പണ്ട് പർദ്ദയിട്ടപ്പോ തക്കവയുണ്ടെന്ന് പറയായിരുന്നു, അപ്പൊ അതുമില്ല. തഴമ്പുണ്ടോ? എടപ്പാളിൽ ഓടിച്ച് കള്ളു കുടിക്കാൻ കൊടുക്കാത്തതിന് മാനേജരെ കുത്തിക്കൊന്നവന്റെ പേര് സാലിഹെന്ന. അവന് സാലിഹ, അവൻ 1-ാം പ്രതി സാലിഹൻ. എല്ലായിടത്തും തഖ്വ ശരീരത്തിലും ഹൃദയത്തിലോട്ട് ഇറങ്ങുന്നില്ല. ഇറങ്ങണമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പകലിലെ കാട്ടിക്കൂട്ടൽ കൊണ്ട് തഖ്വ ഉണ്ടാവില്ല. തഖ്വ ഉണ്ടാകണമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, രാത്രിയിൽ എഴുന്നേക്കണം. ഞാനും നമ്മുടെ റബ്ബും മാത്രം, വേറെ ആരുണ്ടാവില്ല. ഞാനും എന്റെ റബ്ബും മാത്രം. ആ സമയത്ത് കിട്ടുന്ന ഇബാദത്തിന്റെ മാധുര്യം പൊന്നുമോനെ കോഴിക്കോടൻ അല്ലേക്കിയിട്ടില്ല. സാധാരണ ഒരു ഹോട്ടലിൽ ചോറിട്ട് നമ്മൾ പറയില്ലേ, നല്ല ചോറ, നല്ല കറിയാ, ടേസ്റ്റ് ഉണ്ട് വരാൻ. ഇത് ടേസ്റ്റ് അറിഞ്ഞിട്ട് പറയുന്ന ഞാൻ, അല്ലാതെ വെറുതെ പറയുന്ന. ഇതതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് പറയുന്നതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒത്തിരി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട്. ഒരു 1/2 മണിക്കൂർ മതി, 1/2 മണിക്കൂർ. ആ സമയത്താണ് ദുആ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ സമയത്തും ഈ സദക്ക തരുന്ന ഓരോരുത്തർക്കും വേണ്ടി എന്റെ കണ്ണിലൂടെ കണ്ണുനീര് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നിങ്ങളുടെ ഒരു സഹോദരനാണ് ഞാൻ. ഇനി 3-ാമത്തെ ജോലി പറയട്ടെ, പെട്ടെന്ന് പറയാം. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ നടക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പ സഹോദരിമാര് പെട്ടെന്ന് വള ഊരി തന്നെ എന്റെ ഇല്ല, നടക്കൂല. എന്തിനായി വള? എന്തിനായി വള? ദുബൈയിലെ പാം ജുമൈറ ബീച്ചിൽ കടലിന്റെ അടിയിലെ ബെഡ്റൂമിൽ
ഭിത്തിക്ക് പകരം ഗ്ലാസ് വെച്ച് അതിന്റെ മറുഭാഗത്ത് കടൽ തിരമാലയുടെ ഇടയിലൂടെ തെന്നി നീങ്ങുന്ന ഡോൾഫിനുകളെ ലൈവായി കണ്ടിട്ട് ദുബൈയിലെ പാം ജുമൈറ ബീച്ചിലെ കടലിന്റെ അടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ റൂമിൽ കെട്ടിപ്പിടിച്ചു കിടന്ന കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ആപ്പിളിന്റെ നിറമുള്ള മാദക സുന്ദരി നിന്റെ സുനന്ദ പുഷ്കർ എവിടെ? മണ്ണിന്റെ അടിയിലാണ്. അവളുടെ മാംസം ഇപ്പോ പൊടി തിന്നു തീർത്തിട്ടുണ്ട്. അവൾ ആരാ? ഏറ്റവും വലിയ ആഡംബരത്തിൽ ജീവിച്ചവൾ. അവളെവിടെ? അവരെല്ലാം കബറിൽ കിടക്കും. നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളെ, അഴുകുന്നതാണ് ഈ മാംസമെല്ലാം പെങ്ങളെ. ഈ പച്ചമാസം കബറിൽ പോകാനുള്ളതാണ്. ഈ മാംസം കബറിലേക്ക് പോയാൽ ദുർഗന്ധമാന കബർ മുഴുവൻ നാറും. നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. ദുർഗന്ധമാന കബർ മുഴുവൻ നാറും. നിനക്കുള്ള മാംസം മെല്ലെ അഴുകും തോറും. ഈ മാംസം അഴുകുമ്പോഴാണ് കബർ നാറാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പെട്ടെന്ന് ഞാനൊരു ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ഒരു പ്രിയപ്പെട്ട ഉമ്മ ഇവിടെ 1 ലക്ഷത്തിന്റെ ചെങ്കല്ല് പറഞ്ഞത് 2 മക്കളിൽ ഒരാൾ വിട പറഞ്ഞു പോയി. മറ്റൊരാളുടെ രോഗം മാറാനാണ്. രാത്രിയുടെ പ്രത്യേകത എന്തെന്നറിയോ? തിരമാലകൾ ആഞ്ഞെടുക്കുന്ന പരാവാരം പോലെ പരന്നു കിടക്കുന്ന കടലിന്റെ മധ്യത്തിലുള്ള കപ്പലിലൂടെ യാത്ര ചെയ്യുകയാണ് നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആൻ പറഞ്ഞതല്ല, അഹ്മദ് കബീർ ഖുർആൻ പറഞ്ഞത് പറയാമെന്നതാണ്. പാതിരാ സമയത്ത് ആ കടലിന്റെ നടുവിലൂടെ നടന്നു പോകുമ്പോ കടലിൽ കിടന്നിട്ട് കാറ്റും കോളും എണ്ണാൻ തുടങ്ങി. കപ്പൽ മറിയാൻ പോയപ്പോ ആ കപ്പലൊരു ശൈഖ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മഹാദാ ഇത് അല്ലാഹുവിന്റെ ശിക്ഷയാണ് എന്ന് പറയാൻ കാരണം ആ സമയത്ത് കാറ്റും കോളും ഉള്ള സമയമല്ല. കടലിൽ ആ സമയത്ത് കാറ്റടിക്കാറില്ല, പേമാരി പെയ്യാറില്ല. ആ സമയത്ത് പേമാരി കാറ്റുമടിച്ചപ്പോ ആ കപ്പലിൽ ഒരു മഹാനായ മനുഷ്യൻ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ കോപമാണ്. ഉടമയുടെ അനുമാനമില്ലാതെ ഓടി വന്ന ഒരു അടിമ നമ്മുടെ കൂടെ ഉണ്ട്. അടിമയെ പിടിച്ച് കടലിലേക്ക് എറിയുക, അത് പറയേണ്ട താമസം. നടുക്കടലിന്റെ മധ്യത്തിലാണ് സംഭവം നടക്കുന്നത്. നിരാശ വേണ്ട, പ്രത്യാശയുടെ കിരണങ്ങൾ പൂവിടട്ടെ. ബഹുമാനപ്പെട്ട യൂനുസ് നബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ ഉടമയുടെ അനുമാനമില്ലാതെ ഓടി വന്ന അടിമ ഞാനാണ്. അള്ളാന്റെ അനുമതിയില്ലാതെ യാത്ര ചെയ്തതാണ്. സഹോദരങ്ങളെ, കണ്ണുനീരിന്റെ പ്രയാസങ്ങളുമായി നിസ്കാരപ്പായ